9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. ഈസ് മാറ്റർ അറൗണ്ട് അസ് പ്യുവർ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് നമുക്ക് നോക്കാം. കാരണം മാസ് വോളിയം പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ചോദിക്കാറുണ്ട്. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2.5 ഗ്രാം ഓഫ് ഷുഗർ 47.5 ഗ്രാം ഓഫ് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ പെർസെൻറ്റ് ബൈ മാസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് ഇവിടെ സൊല്യൂട്ടാണ്. അപ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് 2.5 ഗ്രാംസ് ആണ്. ഇനി അത് ലയിപ്പിച്ചിരിക്കുന്നത് വാട്ടറിലാണ്, അപ്പോൾ അതാണ് സോൾവെൻറ്റ്. അപ്പോൾ മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 47.5 ഗ്രാംസ് ആണ്. ഇനി അതിൻ്റെ പെർസെൻറ്റ് ബൈ മാസ് കോൺസെൻട്രേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ടിനെ മാസ് ഓഫ് സൊല്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മാസ് ഓഫ് സൊല്യൂഷൻ തന്നിട്ടില്ല, അത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതായത് സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ടും സോൾവെൻറ്റും ചേർന്നതാണ്. അപ്പോൾ അത് രണ്ടിൻ്റെയും മാസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സൊല്യൂഷൻ്റെ മാസാണ്. അപ്പോൾ ഇവിടെ അത് 50 ഗ്രാം എന്നാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് കോൺസെൻട്രേഷൻ കാണാം. മാസ് ബൈ പെർസെൻറ്റ് എത്രയാണ് വരുന്നത്? അത് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ, അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഇൻറ്റു 100. പെർസെൻറ്റേജ് അല്ലേ, അപ്പോൾ ഇൻറ്റു 100. നമുക്കിനി ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.5 ആണ് മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. സൊല്യൂഷൻ 50 ഇൻറ്റു 100. ഇതൊരു ഈസി കാൽക്കുലേഷനാണ്. നമുക്ക് 5% കോൺസെൻട്രേഷൻ എന്നാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം: കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് റിക്വയർഡ് ടു പ്രിപ്പയർ 250 ഗ്രാം ഓഫ് 5% സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് ബൈ മാസ്. ഇവിടെ കോൺസെൻട്രേഷൻ ബൈ മാസ്, പെർസെൻറ്റേജ് ബൈ മാസ് തന്നിട്ടുണ്ട് ഓൾറെഡി, 5% ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൊല്യൂട്ടാണ്, അതായത് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ സൊല്യൂട്ടാണ്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ മാസ് നമുക്കറിയില്ല. 250 ഗ്രാം ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൊല്യൂഷൻ്റെ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണല്ലേ. അപ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എത്രയാണ്? 5 എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് അപ്പോൾ മാസ് ഓഫ് സൊല്യൂഷൻ ഓൾറെഡി തന്നിട്ടുണ്ട് 250 ഇൻറ്റു 100. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുന്നത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലേ. 5 ഇൻറ്റു 250 ഡിവൈഡഡ് ബൈ 100. നമ്മളത് ക്യാൻസൽ ചെയ്യുമ്പോൾ 25/2 എത്രയാണ്? 12.5 ഗ്രാം എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് 12.5 ഗ്രാംസ് ആണ്. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ടു പ്രിപ്പയർ 500 ഗ്രാം ഓഫ് 2.5% സൊല്യൂഷൻ ഓഫ് ഷുഗർ. ഇവിടെയും പെർസെൻറ്റേജ് മാസ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ സൊല്യൂട്ടിന് പകരം നമ്മൾ സോൾവെൻറ്റിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പം മാസ് ബൈ മാസ് പെർസെൻറ്റ് എത്രയാണ്? 2.5. മാസ് ഓഫ് സൊല്യൂട്ട് നമുക്കറിയില്ല. മാസ് ഓഫ് സൊല്യൂഷൻ അറിയാം, 500 ഗ്രാമാണ്, ഇൻറ്റു 100. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.5 ഇൻറ്റു 500 അപ്പോൺ 100. ആൻസർ 12 ഗ്രാംസ് ആണ്. അത് സൊല്യൂട്ടാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോൾവെൻറ്റിൻ്റെ അളവാണ്. അപ്പോൾ മാസ് ഓഫ് വാട്ടർ, അതായത് സോൾവെൻ്റ് എന്ന് പറയുന്നത്
സൊല്യൂഷനിൽ നിന്ന് സൊല്യൂട്ടിൻ്റെ അളവ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ മാസ് ഓഫ് സൊല്യൂഷൻ മൈനസ് മാസ് ഓഫ് സൊല്യൂട്ട്. മാസ് ഓഫ് സൊല്യൂഷൻ എത്രയാണ്? 500 ഗ്രാംസ് അല്ലേ? മൈനസ് സൊല്യൂട്ട് 12.5. അപ്പം നമുക്ക് കിട്ടുന്നത് 487.5 ഗ്രാം ആണ് വാട്ടറിൻ്റെ അളവ്. സൊല്യൂഷൻ കണ്ടെയ്ൻസ് 50 ഗ്രാം ഓഫ് കോമൺ സോൾട്ട്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് തന്നിട്ടുണ്ട്. ഇൻ 350 ഗ്രാംസ് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ അളവും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. അപ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് 50 ഗ്രാംസ്, മാസ് ഓഫ് സോൾവെൻറ്റ് 350 ഗ്രാംസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മാസ് ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി ആഡ് ചെയ്യുന്ന ലഭിക്കുന്നതാണ്. അതായത് 350യും 50യും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 400 ഗ്രാംസ് എന്നാണ് ലഭിക്കുന്നത്. ഇനി കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. ഇവിടെ മാസ് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആണ് ഓഫ് സൊല്യൂഷൻ is equal to mass of solute divided by mass of solution into 100. അതായത് സൊല്യൂട്ട് എത്രയാണ്? 50 ഗ്രാംസ് ഡിവൈഡഡ് ബൈ 400 ഇൻറ്റു 100. വളരെ ഈസി കാൽക്കുലേഷനാണ്. ഇവിടെയും നമുക്ക് ഉത്തരം 12.5 ഗ്രാംസ് എന്ന് ലഭിക്കും. 12.5% എന്ന് ലഭിക്കുന്നു. 5 grams of sugar is dissolved in 250 ml of solution. Calculate its mass percentage by volume. ഇവിടെ മാസ് പെർസെൻറ്റേജ് ബൈ വോള്യൂം ആണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സൊല്യൂട്ട് കോൺസെൻട്രേഷൻ, സൊല്യൂട്ടിൻ്റെ അളവ് മാസിലും സൊല്യൂഷൻ വോള്യത്തിലുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് 5 ഗ്രാം, വോളിയം ഓഫ് സൊല്യൂഷൻ 250 ml. അപ്പോൾ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് divided by volume of solution into 100. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് എത്രയാണ്? 5 ഗ്രാം, വോളിയം ഓഫ് സൊല്യൂഷൻ 250 ഇൻറ്റു 100. നമുക്കപ്പോൾ 2% ആണ് കോൺസെൻട്രേഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നന്നായി പ്രാക്ടീസ് ചെയ്യുക. എല്ലാ പോസിബിൾ ചോദ്യങ്ങളും ഞാൻ തന്നിട്ടുണ്ട്. എല്ലാത്തിൽ നിന്നും ഒരു ടൈപ്പ് പഠിച്ചു വെച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.